സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചു. ഇന്ത്യ മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പരസ്പര പോരിനെ വിമർശിച്ച് സാഹിത്യകാരി സാറ ജോസഫ്. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തമൊഴിവായി. ഇ-പോസ് മെഷീൻ തകരാറിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. മച്ചാട് മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരനെ 12 വർഷം കഠിന തടവിനും ശിക്ഷിച്ചു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പാദ്ര കുർബാന നടക്കും. വാർത്തകൾ വിശദമായി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തിയായിരുന്നു പ്രൊഫസർ രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ എറണാകുളം ADM ആശാ സി എബ്രഹാം മുൻപാകെ 3 സെറ്റ് പത്രികകൾ സമർപ്പിച്ചു. മന്ത്രി P രാജീവ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, LDF ചാലക്കുടി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ UP ജോസഫ്, മുൻ മന്ത്രി ജോസ് തെറ്റയിൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ചാലക്കുടി മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. 2 ദിവസത്തിനകം NDA സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. വോട്ട് അഭ്യർത്ഥനക്കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്ന LDFന്റെ പരാതിയിലാണ് കളക്ടർ വിശദീകരണം തേടിയത്. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജാണ് പരാതി നൽകിയത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ED മരവിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പിച്ചയെടുത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരണം നടത്തി. മുളങ്കുന്നത്തുകാവിൽ നടന്ന പ്രതിഷേധ സമരത്തിന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ബിജു അവണൂർ, അജിത സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പരസ്പര പോരിനെ വിമർശിച്ച് സാഹിത്യകാരി സാറ ജോസഫ്. പരസ്പരം ആക്രമിക്കാനല്ല, രാജ്യത്തിനും ജനങ്ങൾക്കും ആപത്തായ BJPയെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടതെന്ന് സാറ ജോസഫ്. തൃശൂർ സാംസ്കാരിക സൗഹൃദം എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകരുടെ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സംവിധാനവും ഇവിടെയില്ല. ജനങ്ങളുടെയും ഭരണഘടനയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം മാധ്യമങ്ങളടക്കം എല്ലാവരും അവരവരുടെ താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത്. നിയമനിർമ്മാണ സഭകളോ പോലീസോ കോടതിയോ അതല്ലെങ്കിൽ മാധ്യമങ്ങളോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വലിയ കെടുതികളെ അഭിമുഖീകരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതിന് പകരം അത് തുറന്നുകാട്ടി ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറയുന്ന ഭരണഘടനയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം എല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അധികാരം തങ്ങളിൽ കേന്ദ്രീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഭരണഘടന തിരുത്തുമെന്ന് പ്രഖ്യാപിച്ച ആപത്കരമായ NDAയെ നേരിടുന്ന ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത് പരസ്പരം കുറ്റപ്പെടുത്തലുകളാണ്. അതിനുള്ള സമയമല്ലിത്. BJPയുടെ നേതാക്കള് ഞങ്ങള് അധികാരത്തിലേക്ക് വന്നാൽ ഭരണഘടന തിരുത്തും എന്നാണ്. മനുധർമ്മം അനുസരിച്ചിട്ടുള്ള ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയായിരിക്കും ഞങ്ങൾ കൊണ്ടുവരിക. ഇന്ത്യയിലെ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ബ്രാഹ്മണ പുരുഷാധിപത്യ അധികാരത്തിന്റെ കീഴിൽ എന്തായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾ. നമുക്ക് BJPക്ക് എതിരെയായിട്ട് BJPയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സന്ദർഭമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടല്ലാത്ത ഒരു പോംവഴി ഇല്ലേ?
ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. തൃശൂരിൽ ആര് ജയിക്കണമെന്നത് സംബന്ധിച്ച് എന്തിനെങ്കിലും ഭയന്ന് നീക്കുപോക്കുകൾ നടത്താനുള്ള ഒളി അജണ്ടകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ജനവഞ്ചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സംഗമത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് രഹസ്യമായി മുഖ്യമന്ത്രി തൃശൂരിലെത്തിയതെന്നും ആരോപണമുയർന്നു. ഡോക്ടർ പി.വി. കൃഷ്ണൻ നായർ, ബാലചന്ദ്രൻ വടക്കേടത്ത്, കെ അരവിന്ദാക്ഷൻ, ഡോക്ടർ കെ ഗോപിനാഥൻ അടക്കമുള്ളവരും പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തമൊഴിവായി. നായ്ക്കനാൽ പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് ശനിയാഴ്ച 3 മണിയോടെയാണ് പറപ്പൂർ സ്വദേശി അഭിലാഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന് തീപിടിച്ചത്. കാറിന്റെ മുൻഭാഗം പുകയുന്നത് കണ്ടയുടൻ അഭിലാഷും കുടുംബവും കാറിന് പുറത്തിറങ്ങിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതിനിടെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ പനമുക്ക് സ്വദേശി അമൽ കാറിനടുത്തേക്ക് ഓടിയെത്തുകയും തീ പടരുകയാണെന്ന് മനസ്സിലാക്കി തിരിച്ചോടി പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ടുവന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. 4 ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ മാറി മാറി കൊണ്ടുവന്നാണ് അമൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപ്പോഴേക്കും പാഞ്ഞെത്തിയ ഫയർഫോഴ്സ് തീ പൂർണ്ണമായി അണച്ചു. പെട്രോൾ പമ്പ് ജീവനക്കാരനായിട്ട് 1 മാസമേ ആയിട്ടുള്ളൂവെങ്കിലും സമയോചിതമായ ഇടപെടൽ കൊണ്ട് വൻ ദുരന്തമൊഴിവാക്കിയതിൽ അമലിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും പരിസരത്ത് ഓടിക്കൂടിയവരും അഭിനന്ദിച്ചു. ചേച്ചിയാ പറഞ്ഞേ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോഴാണ് വണ്ടി കത്തണ കണ്ടത്. കറുത്ത പുക തുടങ്ങി കത്തണേന്. നേരെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തു, അടിച്ചു. ഓൾമോസ്റ്റ് കത്തി വണ്ടി ഏറെക്കുറെ അവസാനത്തെ ആ ഒരു ഇതാവാറായി. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് എഞ്ചിൻ്റെ ഭാഗം മൊത്തം കത്തി. ഓൾമോസ്റ്റ് 4 കുത്തി കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. മാറി മാറി കഴിയുന്നതിനനുസരിച്ച് പോയെടുത്ത് 4 കുത്തി മാക്സിമം അടിച്ച് തീർത്തു. അതുകൊണ്ട് വണ്ടി ഓവറോൾ ഒന്നും പറ്റിയില്ല. വണ്ടിയിലെല്ലാവരും ഓടി പുറത്തേക്ക് വരായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി. ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എത്ര പേര്? ഓൾമോസ്റ്റ് ഒരു 3 പേരെ കണ്ടു. ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും കണ്ടു. പിന്നെ 2 ലേഡീസ് ആയിരുന്നു തോന്നുന്നു. അവർ മാരങ്ങോട്ട് ഓടിപ്പോണ കണ്ടു. പിന്നെ ഡ്രൈവറാണ് വന്ന് പറഞ്ഞത് വണ്ടിയൊന്നും തുറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ പോയി അത് ഓടിയെടുത്തു. കാറിന്റെ ഇന്ധന ടാങ്കിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് ഉൾപ്പെടെ അഗ്നിക്കിരയാകുമായിരുന്ന ദുരന്ത സാഹചര്യം ഒഴിവായതിലുള്ള ആശ്വാസത്തിലാണ് പരിസരവാസികൾ. TCV ന്യൂസ് തൃശൂർ. ഇപോസ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തിലെ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ഇന്നു മാത്രം അവശേഷിക്കെ ഇപോസ് മെഷീൻ തകരാറിലായത് നിരവധി റേഷൻ കട ഉടമകളെ വലച്ചു. കരാറുകാരുടെ സമരം തീർന്നതിനെ തുടർന്ന് NFSA ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയോടെയാണ് പൂർത്തിയായത്. റേഷൻ സാധനങ്ങൾ വാങ്ങാനായി ധാരാളം കാർഡുടമകൾ ഇന്ന് രാവിലെ മുതൽ എത്തിയിരുന്നു. അതേസമയം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന NFSA ഗോഡൌണുകളിൽ വാർഷിക കണക്കെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ 6 വരേക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടുന്നതായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 8-ന് ആരംഭിക്കും. തെക്കുംകര മേലില്ലത്ത് കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. മണ്ടോളി വീട്ടിൽ ഷാജിയുടെ വാഴകളാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ നശിപ്പിച്ചത്. വേനൽ രൂക്ഷമായതോടെ മച്ചാട് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് വീരോലിപ്പാടം മുളയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. വാഴാനി ഡാമിന് മുകൾ ഭാഗത്തുള്ള ആദിവാസി കോളനി പരിസരത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആനകളുടെ സഞ്ചാരഗതിക്ക് ഇതൊന്നും തടസ്സമല്ലെന്നും നിരന്തരം ആനകൾ കോളനി പരിസരത്ത് വിഹരിക്കുന്നുണ്ടെന്നും കോളനി നിവാസികൾ പറയുന്നു. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അവണിശ്ശേരി മാമ്പള്ളി വീട്ടിൽ കുട്ടൻ മകൻ ജിതീഷിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ ജഡ്ജി KE സാലിഹ് ശിക്ഷിച്ചത്. 2017 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരനെ 12 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കുവാനും കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചു.
എടത്തുരുത്തി തട്ടാരപ്പുരയ്ക്കൽ 62 വയസ്സുള്ള വിശ്വംഭരനെയാണ് പ്രത്യേക കോടതി ജഡ്ജ് വി വിനീത ശിക്ഷിച്ചത്. 2020 ജനുവരി മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴത്തുക ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS സുലാൽ കോടതിയിൽ ഹാജരായി. 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 48കാരനെ 12 വർഷം കഠിന തടവിനും 1 മാസം വെറും തടവിനും 1,50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പാവർട്ടി മരുതയൂർ സ്വദേശി ഒസാരു വീട്ടിൽ ബഷീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് അന്യാസ് തയ്യിൽ ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 1 വർഷവും 6 മാസവും കൂടി തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, സി നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. കുരിശുമരണത്തിന് ശേഷം 3-ാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിലാണ് ഈസ്റ്റർ ആഘോഷം. ഈസ്റ്റർ ആഘോഷത്തിനായി ദേവാലയങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാത്രി പള്ളികളിൽ പാതിരാ കുർബാനയും ഉയിർപ്പ് തിരുനാൾ കർമ്മങ്ങളും നടക്കും. 50 നാൾ നീണ്ട നോമ്പാചരണത്തിനും ഈസ്റ്റർ ആഘോഷങ്ങളോടെ സമാപനമാകും. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ രാത്രി 11:30 നടക്കുന്ന ഉയിർപ്പ് തിരുനാൾ കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. ഉയർപ്പ് മനുഷ്യന് മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന്, ആറുടെ മണ്ണിനപ്പുറം ജീവിതമുണ്ടെന്ന് നൽകുന്ന പ്രത്യാശയാണ്. ഈ ഉയർപ്പ് തിരുനാളിലൂടെ നമുക്ക് പുതിയ മനുഷ്യരായി തീരാനായിട്ട്, ക്രിസ്തുവിനെ പുതുതായിട്ട് ധരിക്കുവാനും ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരായി തീരുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള ഒരു മാർഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, സഹനങ്ങൾ, ത്യാഗങ്ങൾ, അധ്വാനം, ഇതൊക്കെ വലിയൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മഹത്വവും വിജയവും സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യത്തെ നല്ല അടിയുറച്ച ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ, അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, പരാജയപ്പെട്ടു എന്നും ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പരാജയങ്ങളും ദുഃഖങ്ങളും അവസാനമല്ല എന്നാണ്. ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടലുടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സൂരജിന്റെ ഉടമസ്ഥതയിലുള്ള കിഴക്കേനടയിലെ ടേസ്റ്റി പാലസ് എന്ന ഹോട്ടലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി പാഴ്സൽ വാങ്ങിയ യുവതിക്ക് ഭക്ഷണത്തിൽ നിന്ന് കോഴിത്തൂവൽ ലഭിച്ചിരുന്നു. ഇവർ നഗരസഭയിൽ നൽകിയ പരാതി പ്രകാരമാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A. നിസാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് എത്തിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നത് എന്നും ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. മുകളിലെ മുറിയിലെ ഫ്രീസറിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന 65 കിലോയോളം ചിക്കൻ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. ഇവ താഴെയിറക്കാൻ ശ്രമിച്ച സാനിറ്റേഷൻ വർക്കർമാരായ KA പ്രീത, PK നജ്മ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടത്. ഏറെ നേരത്തെ ബഹളത്തിനൊടുവിലാണ് ഇവരെ മോചിപ്പിച്ചത്. മഹസർ തയ്യാറാക്കി ചിക്കൻ കൊണ്ടുപോകാൻ ശ്രമിച്ച പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KB സുബിൻ, MD റിജേഷ് എന്നിവരെയും ഹോട്ടൽ ജീവനക്കാർ തടഞ്ഞുവെച്ചു. രാവിലെ വാങ്ങിയ ചിക്കനാണ് ഇതെന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും ഹോട്ടൽ ഉടമ അറിയിച്ചു. ഹോട്ടലുകാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ആരോഗ്യ വിഭാഗം സ്വീകരിക്കുന്നത് എന്നും ഇവർ ആരോപിച്ചു. ഏറെ നേരം നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിന്റെയും നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസിന്റെയും നിർദ്ദേശപ്രകാരം 250 ഗ്രാം ചിക്കൻ മാത്രം പരിശോധനയ്ക്കെടുത്തു. സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയും നൽകി. സംഭവത്തെക്കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയതായി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ അറിയിച്ചു. TCV ഗുരുവായൂർ. പൌരത്വ നിയമം നടപ്പിലായാൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടതുപോലെ ഇന്ത്യയും വിഭജിക്കപ്പെടുമെന്ന് മുൻ മന്ത്രിയും MLAയുമായ KT ജലീൽ പറഞ്ഞു. കാട്ടൂരിൽ പൌരത്വ നിയമത്തിനെതിരെ ഭരണഘടനാ സംരക്ഷണ സമിതി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ലോകരാജ്യങ്ങൾ മതേതരത്വത്തിലേക്ക് മുന്നോട്ട് വരുമ്പോഴാണ് ഇന്ത്യ പൌരന്മാരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു. ഇ ടി ടൈസൺ MLA, മുൻ MLA KU അരുണൻ, TK വർഗീസ്, TV ലത തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്ത് വഴിയാധാരമാകാൻ വേണ്ടി പോകുന്നത് അവരിൽ സമ്പന്നരുണ്ടാവില്ല, അവരിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടാവില്ല, അവരിൽ കുലീനന്മാരുണ്ടാവില്ല, അവരിൽ സവർണ മേധാവികൾ ഉണ്ടാവില്ല. അവരിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഉടുമുടിക്ക് മറുപടിയില്ലാത്തവരാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഭാരതപ്പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മാണം ആരംഭിച്ചു. കരിങ്കല്ലും മണ്ണും മണലും നിറച്ചാണ് താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഉരുക്ക് ഗർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് പുഴയ്ക്കു കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നതോടൊപ്പം വെള്ളം ഒഴുകിപ്പോകാൻ പ്രത്യേക പൈപ്പുകളും റോഡിനടിയിൽ സ്ഥാപിക്കുന്നുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പരിശോധന നടത്തി അനുമതി ലഭിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2 പാലങ്ങളിൽ ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. തൂണുകൾക്ക് കേടുപാടുകൾ ഇല്ലാത്തതിനാൽ അത് നിലനിർത്തും. ചെറുതുരുത്തി തടയണയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ലോഡ് കണക്കിന് മണ്ണും കല്ലും കൊണ്ടുവന്നാണ് പുഴയിലൂടെ റോഡ് നിർമ്മിക്കുന്നത്. പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയയാളെ ആക്രമിച്ച് 5.5 ലക്ഷം കവർന്നു. കോഴിക്കോടുള്ള ജ്വല്ലറിയുടെ ഏജന്റിനെ പൊയ്യയിൽ ആക്രമിച്ചാണ് പണം കവർന്നത്. കോഴിക്കോട് നെല്ലിക്കോട് മേത്തൽ സ്വദേശി ചന്ദ്രോദയം വീട്ടിൽ ശ്യാംലാലിനെയാണ് ആക്രമിച്ച് പണം തട്ടിയത്. പരിക്കേറ്റ ഇയാൾ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പണയത്തിലിരിക്കുന്ന ലേലത്തിനുള്ള 94 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഒരു സ്ത്രീയാണ് ജ്വല്ലറി ഉടമയെ വെള്ളിയാഴ്ച വിളിച്ചത്. രാവിലെ തീവണ്ടി മാർഗം തൃശൂരിലെത്തിയ ശ്യാംലാൽ ബസ്സിൽ കൊടകര വഴി മാളയിലെത്തുകയായിരുന്നു. മാളയിലെത്തിയ ശേഷം സ്ത്രീയെ വിളിച്ചപ്പോൾ പൊയ്യയിൽ അഡാക്കിന്റെ ഫിഷ് ഫാമിന് മുന്നിൽ സഹോദരൻ ബൈക്കിൽ എത്തുമെന്ന് അറിയിക്കുകയായിരുന്നു. പൊയ്യയിൽ എത്തിയ ശ്യാംലാൽ പണമടങ്ങിയ ബാഗുമായി സ്ത്രീ പറഞ്ഞതനുസരിച്ച് ബൈക്കിൽ കയറി. ബൈക്ക് കഴുഞ്ചിത്തറ ഭാഗത്തേക്കുള്ള ആളൊഴിഞ്ഞ വഴിയിലെത്തിയപ്പോൾ ശ്യാംലാലിനെ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഹെൽമറ്റ് കൊണ്ട് തലക്കെറിഞ്ഞപ്പോൾ താഴെ വീണ ശ്യാംലാലിനെ ഇരുവരും ചേർന്ന് ആക്രമിച്ച് ബാഗ് തട്ടിയെടുത്ത ശേഷം 3 പേരും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ശ്യാംലാൽ മാള പോലീസിൽ മൊഴി നൽകി. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തു. എളവള്ളി പഞ്ചായത്ത് പരിധിയിൽ സമ്പൂർണമായി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ 20 ലക്ഷം രൂപ ചെലവിൽ 30 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇതിൽ 15 ലക്ഷം പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും ബാക്കി 5 ലക്ഷം ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച തുകയുമാണ്. 6ഓളം കേബിൾ നെറ്റ്വർക്കുകളുടെ ഫൈബർ കേബിളുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തനം. കൂനമുച്ചി, പറപ്പൂർ, പാവർട്ടി എന്നീ KSEB സെക്ഷനുകളിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ഉപയോഗിക്കും. എളവള്ളി പഞ്ചായത്തിലും പാവർട്ടി പോലീസ് സ്റ്റേഷനിലും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കും. 30 ദിവസം ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും. അടുത്ത ഘട്ടത്തിൽ 14 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി. കയ്പമംഗലത്ത് നിർമ്മാണം കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് താഴെ ഇറങ്ങാനും വെള്ളമൊഴുകിപ്പോകാനും വഴിയില്ലാത്ത അവസ്ഥ. പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്ത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാളമുറി ബീച്ച് റോഡിലാണ് സംഭവം. തകർന്നു കിടന്നിരുന്ന റോഡ് ടൈൽ വിരിച്ചതോടെ റോഡ് 1 അടിയോളം ഉയർന്നു. ടൈലിന്റെ അരികിൽ കോൺക്രീറ്റിംഗും പൂർത്തിയായതോടെ തറനിരപ്പും റോഡും തമ്മിൽ 3/4 അടിയോളം വ്യത്യാസം. റോഡിനിരുവശത്തുമായി ബാങ്കുകളും സപ്ലൈകോ, മെഡിക്കൽ ലാബ്, ഡോക്ടേഴ്സ് റൂം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുമുണ്ട്. എവിടേക്കും വാഹനങ്ങൾ ഇറക്കാൻ യാതൊരു വഴിയുമില്ല. വെള്ളമൊഴുകിപ്പോകാനും സംവിധാനമില്ല. റോഡ് അളക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ തടഞ്ഞിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. പ്രസിഡന്റ്, എഞ്ചിനീയർ അവരൊക്കെ സാന്നിധ്യത്തിൽ നമ്മൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 7-ാം തീയതിക്കകത്ത് നമുക്ക് വേണ്ടതായ രൂപത്തിൽ കാര്യങ്ങൾ വ്യാപാരികൾക്കൊരു തടസ്സമില്ലാത്ത രൂപത്തിൽ എല്ലാം വൃത്തിയാക്കി ചെയ്തു തരാം എന്ന് എഞ്ചിനീയറും പ്രസിഡന്റും കൂടെ ഏറ്റിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ തീരുമാനമായി എന്നുള്ള രൂപത്തിൽ നമുക്ക് പിരിയാൻ പോകും. റോഡ് ടൈൽ വിരിച്ച കാളമുറി ബീച്ച് റോഡിലുണ്ടായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് വ്യാപാരികൾക്ക് പഞ്ചായത്ത് ഉറപ്പ് നൽകി. വ്യാപാരികളായ VR ഉല്ലാസ്, KP റജി, സലാം, സുധി, PG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. TCV കയ്പമംഗലം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിക്കാവ് ലേലം നടന്നു. 3ാം ലേലത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകപുരം സ്വദേശി പതിയാശ്ശേരി മോഹനൻ 13,100,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്.
16 ലക്ഷം രൂപയ്ക്കാണ് ലേലം വിളി ആരംഭിച്ചതെങ്കിലും തുടർന്ന് വിളിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ലേലത്തുക താഴ്ത്തി വിളിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാറിന്റെ സാന്നിധ്യത്തിലാണ് ലേല നടപടികൾ നടന്നത്. കഴിഞ്ഞ 14-ന് റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയ ലേലം ജില്ലാ കളക്ടർ റദ്ദാക്കിയിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5.5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് റദ്ദാക്കിയത്. കുറഞ്ഞ നിരക്കിലുള്ള ലേലത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജപ്തി വിരുദ്ധ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു. ജപ്തി നടപടികൾ നിർത്തിവെക്കുക, അതിദരിദ്രരുടെയും പാവപ്പെട്ട SC, ST വിഭാഗങ്ങളുടെയും കടങ്ങൾ എഴുതിത്തള്ളുക, ബാങ്കുകളും റിയൽ എസ്റ്റേറ്റ് ലോബികളും നടത്തുന്ന കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമാപന സമ്മേളനം PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VC വത്സൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ MA ലക്ഷ്മണൻ, VJ സ്റ്റീഫൻ, TR സുബ്രൻ, S കുമാർ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് 4 ദിവസം കൂടി ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. തൃശൂർ അടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ജില്ലയിൽ ഇന്നു മുതൽ ഏപ്രിൽ 3 വരെ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പകലും രാത്രിയും ഒരുപോലെ ചൂട് ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. രുചി വൈവിധ്യങ്ങളുടെ 51 ഇഡ്ഡലികളുമായി തൃശൂരിലൊരുക്കിയ ഇഡ്ഡലിമേള കൗതുകകരവും ആസ്വാദികരവുമായി. തത്സമയമുണ്ടാക്കിയ രാമശ്ശേരി ഇഡ്ഡലി മുതൽ ചില്ലി ഇഡ്ഡലി വരെ ചൂടോടെ ആസ്വദിച്ച് ലോക ഇഡ്ഡലി ദിനം സാർത്ഥകമാക്കാനെത്തിയത് നിരവധി ഇഡ്ഡലി പ്രിയർ. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഗ്രാഫിക്സ് കൂട്ടായ്മയാണ് പഴയ നടക്കാവ് പാണ്ടി സമൂഹമഠം ഹാളിൽ ഇഡ്ഡലിമേള ഒരുക്കിയത്. കുട്ടികളെ ഐസ്ക്രീം കൊതിയിൽ നിന്ന് മാറ്റാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റിക്ക് ഇഡ്ഡലി, ഇഡലി കഷ്ണങ്ങളാക്കി മസാല ചേർത്തുണ്ടാക്കിയ ചില്ലി ഇഡലി, കരിക്ക് അരച്ചു ചേർത്തുള്ള ഇളനീർ ഇഡലി, മസാല ഇഡലി, വിവിധ പഴങ്ങൾ അരച്ചും പഴച്ചാർ ഒഴിച്ചു ചേർത്തും ഉണ്ടാക്കിയ ഇഡലികളായ മാമ്പഴ ഇഡലി, പൈനാപ്പിൾ ഇഡലി, തക്കാളി ഇഡലി, കുക്കുംബർ ഇഡലി, കാബേജ് ഇഡലി, സോയാബീൻ ഇഡലി, മറ്റിനങ്ങളായ ഗ്ലാസ് ഇഡലി, ഫ്രൈഡ് ഇഡലി, സ്ക്വയർ ഇഡലി, ഉപ്പുമാവ് ഇഡലി, വെർമിസെല്ലി ഇഡലി, ഓട്സ് ഇഡലി, ബാർലി ഇഡലി തുടങ്ങി 51 ഇനം വ്യത്യസ്ത രുചികളിലും രൂപത്തിലുമുള്ള ഇഡലികളാണ് 2 എണ്ണം വീതമുള്ള സെറ്റിന് 20 രൂപ നിരക്കിൽ മേളയിൽ ഒരുക്കിയത്. രോഗങ്ങൾക്കിടയാക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ശീലങ്ങളിൽ നിന്ന് മാറി ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനാണ് ഇങ്ങനെയൊരു ഇഡലി മേള ലോക ഇഡലി ദിനത്തിൽ സംഘടിപ്പിച്ചതെന്ന് ഗ്രാഫിക്സ് കൂട്ടായ്മ ഓർഗനൈസർ ഷാലി ജോഷി TCVയോട് പറഞ്ഞു. ഇന്നത്തെ ന്യൂജന് എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്കും വെസ്റ്റേൺ ഫുഡിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പഴമയെ ഒന്നുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ഇഡലി എന്താണ്, അതിൻ്റെ വെറൈറ്റികൾ അവരിലേക്ക് എത്തിക്കുക. അതിനൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പം ഇന്ന് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് കിടന്നപ്പോൾ ജനങ്ങളിലേക്ക് ഒബിയോസിറ്റി, രോഗശീലങ്ങൾ എന്ന് പറയാം. നമ്മൾ ആരോഗ്യശീലത്തോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിട്ടുമാറി ഇങ്ങനത്തെ ഒരു മേള കൊണ്ടുവരുമ്പോൾ ജനങ്ങളെ ഇതിലേക്ക് മാക്സിമം ആകർഷിക്കുക, അവരിലേക്ക് നമ്മുടെ പഴമയെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ഇത് മാത്രമേ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം മാർച്ച് 30-ന് ലോക ഇഡലി ദിനത്തിലാണ് ആദ്യമായി തങ്ങൾ ഇഡലി മേള സംഘടിപ്പിച്ചതെന്നും ഇനി എല്ലാ വർഷവും ഇഡലി ദിനത്തിൽ മേള സംഘടിപ്പിക്കുമെന്നും ഗ്രാഫിക്സ് കൂട്ടായ്മ ഭാരവാഹികൾ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫെബ്രുവരി 8-നാണ് തെരുവ് വിളക്കുകൾ അവസാനമായി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പിറ്റേ ദിവസം തന്നെ കത്താത്ത ലൈറ്റുകളുടെ പോസ്റ്റ് നമ്പറുകൾ പഞ്ചായത്തിൽ അറിയിച്ചുവെങ്കിലും യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായില്ലെന്ന് സ്വപ്ന രാമചന്ദ്രൻ പറയുന്നു. 9-ാം തീയതി തൊട്ടിട്ട് ലൈറ്റുകൾ കത്തുന്നില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ കൃത്യമായിട്ട് രേഖകളെല്ലാം കൊടുത്തതിന് ശേഷവും ഇന്ന് മാർച്ച് 30-ാം തീയതി ആയിട്ട് പോലും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വാർഡുകളിൽ ജനങ്ങൾ രാത്രി പള്ളികളിലേക്കും മറ്റു പോകുമ്പോൾ തെരുവുനായ ആക്രമണവും അതുപോലെ പാമ്പ് വിഷജന്തുക്കളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ഇത് കൃത്യമായിട്ട്. അതേസമയം ഏപ്രിൽ 4-നുള്ളിൽ കരാറുകാരെ വിളിച്ച് അറ്റകുറ്റപ്പണി ചെയ്ത് തെരുവ് വിളക്കുകൾ തെളിയിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് വാർഡ് മെമ്പർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു.
കേരള സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസമായി സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ സെക്രട്ടറി SH ആനന്ദഗൌഡ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി ചിത്ര ചന്ദ്രമോഹൻ, ചാമ്പ്യൻഷിപ്പ് കോർഡിനേറ്റർ TT ജെയിംസ്, സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ MS കാർത്തിക്, ഹാർബിൻ C ലോനപ്പൻ, PK യാസിർ തുടങ്ങിയവർ സന്നിഹിതരായി. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 18 ദേശങ്ങളിൽ നിന്നായി 36 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരന്നു. ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദി മേളത്തിന് കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, വൈക്കം ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 18 ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരും സംഘവും നേതൃത്വം നൽകി. കേച്ചേരി പറപ്പൂക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ചിറക്കാട്ട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി ബിജിക്കാണ് പരിക്കേറ്റത്. വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തർക്കത്തിനിടയിൽ മറ്റൊരാനയുടെ പാപ്പാന്മാർ ചേർന്ന് ബിജിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ബിജിയെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോമ്പുതുറയോടനുബന്ധിച്ച് സുഹൃത്ത് സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മയിൽ സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. SDPI ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസലം, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്കർ അലി തങ്ങൾ, SDPI ജില്ലാ സെക്രട്ടറി KV നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അസ്കർ സാഹിബിനെ ആദരവോടെ പ്രസിഡന്റ് അസ്കർ അലി തങ്ങളെ ജാതിയോ മതമോ വർഗമോ. ചാലക്കുടി പോട്ട ആശ്രമം പരിസരത്ത് കണ്ട കാട്ടുപന്നിയെ വനപാലകർ പിടികൂടി കാട്ടിലേക്ക് തിരിച്ചയച്ചു. പുതുശ്ശേരി കാട്ടാളൻ പോളിയുടെ പറമ്പിൽ നിന്നാണ് കാട്ടുപന്നിയെ പരിയാരം റേഞ്ച് ഓഫീസിലെ മൊബൈൽ സ്ക്വാഡ് അംഗങ്ങൾ പിടികൂടിയത്. പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തിയ 70-കാരന് ജീവപര്യന്തവും 64 വർഷം കഠിന തടവും 5,25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തിരുവത്ര MAS നഗർ റംലാൻ വീട്ടിൽ മൊയ്തുവിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 5 വർഷം കൂടി തടവ് അനുഭവിക്കണം. അശ്ലീല വീഡിയോകൾ കാണിച്ച് ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പീഡന വിവരം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, C നിഷ എന്നിവർ ഹാജരായി. ഇനി വാണിജ്യം. കളിച്ചിരിയും കഥകളുമായി കുട്ടിക്കുരുന്നുകളുടെ സുരക്ഷിത ലോകം ഒരുക്കി കാൻഡി ഫ്ലോസ് മോണ്ടിസോറി പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ വിയൂർ പാടൂക്കാട് പ്രവർത്തനമാരംഭിച്ചു. കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാൻ പക്ഷിമൃഗാദികളും കാർട്ടൂൺ കഥാപാത്രങ്ങളും നിറഞ്ഞ ചുമരുകളും പരിസരവും ഊഞ്ഞാലും സ്ലൈഡുമെല്ലാം അടങ്ങുന്ന കുട്ടി പാർക്ക്, കുഞ്ഞൻ കട്ടിലോട് കൂടിയ വിശ്രമമുറി, ഡൈനിങ് ഏരിയ, കൂടാതെ മികച്ച മോണ്ടിസോറി അധ്യാപകരുടെ കരുതൽ, ഇങ്ങനെ കുരുന്നുകൂട്ടുകാർക്ക് വിനോദ വിജ്ഞാന സമ്പന്നമായ ഒരു ലോകം വിഭാവനം ചെയ്യുകയാണ് കാൻഡി ഫ്ലോസ് മോണ്ടിസോറി. വിയൂർ ദീപ തിയേറ്ററിന് സമീപം ആരംഭിച്ച കാൻഡി ഫ്ലോസ് സ്ഥാപന ഉടമകളുടെ അമ്മമാരായ വിലാസിനി പത്മനാഭൻ,
തങ്കം സിദ്ധാർത്ഥൻ, കെ എ ജാനമ്മ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന ഉടമകളായ ഷീനു ബെറ്റി, ടി കെ ഗോപിക, കുടുംബാംഗങ്ങളായ ബെറ്റി പത്യാല, സോന ജയപ്രകാശ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ, മോണ്ടിസോറി അധ്യാപകരായ വന്ദന ശ്യാംപ്രകാശ്, രജിത, രേഷ്മ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. 1 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെ ഡേ കെയറും, 2 മുതൽ 4 വയസ്സ് വരെയുള്ളവർക്കായി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രീ സ്കൂളും പ്രായഭേദമന്യേ ആഫ്റ്റർ സ്കൂൾ കെയർ സേവനങ്ങളും ലഭ്യമാണ്. കൂടാതെ 2 മുതൽ 8 വയസ്സ് വരെയുള്ളവർക്കായി ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ സമ്മർ ക്യാമ്പും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 8590447806. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചു. ഇന്ത്യ മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പരസ്പര പോരിനെ വിമർശിച്ച സാഹിത്യകാരി സാറാ ജോസഫ്. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തമൊഴിവായി. ഇ-പോസ് മെഷീൻ തകരാറിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. മച്ചാട് മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരന് 12 വർഷം കഠിന തടവിനും ശിക്ഷിച്ചു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പാതിര കുർബാന നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.